ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട്. കുട്ടിക്കാലം കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും നീങ്ങിയവരുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയായിരിക്കും ചോർന്നൊലിക്കാത്ത ഒരു വീട്. അതുതന്നെയായിരുന്നു ഷാഫിയുടെ ഉമ്മയെ സംബന്ധിച്ചും. സിനിമയിലെത്തി സമ്പാദ്യമായപ്പോൾ ചെറിയൊരു വീട് പണിയണമെന്നായിരുന്നു ഷാഫിയുടെ ആഗ്രഹം. എന്നാൽ ഉമ്മക്ക് മകൻ വലിയൊരു വീട് വെച്ച് കാണണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഉമ്മയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഷാഫി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഒരു സുഹൃത്തിന്റെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടതോടെയാണ് ഷാഫിയും ഒരു വീട് നിർമ്മാണം ആരംഭിക്കുന്നത്. എളമക്കരയിലെ കണ്ണായ സ്ഥലമാണ് വീടിനായി കണ്ടെത്തിയത്. സമകാലിക ശൈലിക്കൊപ്പം കൊളോണിയൻ ശൈലികളും ഇടകലർത്തി ചെയ്ത വീട് ഒറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. വലിയ കരിങ്കല്ല് ക്ലാഡിംഗ് പതിപ്പിച്ച ഷോവോട് വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. 3 നിലകളിലായി ഏകദേശം 6000 ചതുരശ്ര അടിയിലായിട്ടാണ് വീട് നിർമ്മിച്ചത്. പക്ഷെ 2 നിലയിലായി ഏകദേശം 4000 ചതുരശ്ര അടിയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3-ാം നില ഫർണിഷ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. 2 കാറ് പാർക്ക് ചെയ്യാൻ കഴിയുന്ന പോർച്ച്, ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, കോർട്ട്യാർഡ്, ആൻട്രി, കിച്ചൺ, 5 കിടപ്പുമുറികൾ എന്നിവയാണ് പ്രധാനമായും ഈ വീട്ടിൽ ഷാഫി ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഹോം തിയേറ്റർ, ജിം എന്നിവയ്ക്കുള്ള സ്ഥലവും ഇട്ടിട്ടുണ്ട്. വീട് പണിയുന്നതിന് മുമ്പ് ഷാഫിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിമാൻഡ് വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും വിശാലതയും ഉണ്ടാവണം എന്നതാണ്. അതുകൊണ്ട് തന്നെ സെമി ഓപ്പൺ ശൈലിയിലാണ് വീട് ഒരുക്കിയത്. ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയ ഫോർമൽ ലിവിംഗും വലിയ ഡൈനിങ് ഹാളുമൊക്കെ ഏറെ ശ്രദ്ധ നേടുന്നതാണ്. ഗോവണി കയറി എത്തുമ്പോഴുള്ള അപ്പർ ലിവിംഗും കുട്ടികൾക്കുള്ള പഠനമുറിയും ഷാഫിയുടെ വായനാമുറിയും ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു. മുകൾ നിലയിലാണ് ബെഡ്റൂമും ഒരുക്കിയത്. എല്ലാ കിടപ്പുമുറിയിലും അറ്റാച്ച്ഡ് ബാത്റൂമും ബാത്ടബും ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. പരിസ്ഥിതി സൗഹൃദ നയങ്ങളും ഉൾക്കൊള്ളിച്ചായിരുന്നു വീട് നിർമ്മാണം. മാത്രമല്ല വീട്ടിലേക്കാവശ്യമായ വൈദ്യുതിക്കായി സോളാർ പ്ലാന്റും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വീട് വെച്ചതിന് ശേഷം വിചാരിച്ചതിലും വലുതായിപ്പോയി എന്നായിരുന്നു ഷാഫി പറഞ്ഞിരുന്നത്. കാരണം പകൽ സമയം മക്കൾ പോയി കഴിഞ്ഞാൽ ഭാര്യ മാത്രമാണ് ആ വീട്ടിൽ ഒറ്റക്കുണ്ടായിരുന്നത്. മാത്രവുമല്ല ഇത്രയും സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യത്തിനും സന്തോഷവും സമാധാനവും നൽകുന്ന വീട് തന്നെയാണ് ഇതെന്ന് ഷാഫി പറയുന്നു. 5 വർഷം മുമ്പാണ് ഷാഫി തന്റെ സ്വപ്നഗൃഹമായി ഇത് പണി കഴിപ്പിച്ചത്. അങ്ങനെ സന്തോഷത്തോടെ ഇവിടെ കഴിയവേ ആണ് ഷാഫിക്ക് അപ്രതീക്ഷിതമായി സുഖമില്ലാതായതും പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും ദുഃഖിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. സിനിമാ ലോകം ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത അറിഞ്ഞത്.